നമ്മുടെ ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്, കുറയ്ക്കുന്നവനല്ല. ഈ ഒക്ടോബർ മാസത്തിൽ ദൈവം എനിക്ക് നൽകിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുവാൻ ദൈവനോട് പറയുന്നു, ദൈവം നിങ്ങളെ കുറയ്ക്കില്ല, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാകും. രാമേൻ പറഞ്ഞു, ഒരു തരി പോലും ഇല്ലാത്ത അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി മണൽത്തരി പോലെ, എണ്ണിക്കൂടാതെ വണ്ണം മണൽത്തരി പോലെയാകും. ദൈവം നിവർത്തിച്ച ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോണം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആ സമയമാകുമ്പോൾ കൃത്യസമയത്ത് ദൈവം വർദ്ധിപ്പിച്ചിരിക്കും. അവർ വളരെ ചുരുങ്ങിയ ആളുകളായിരുന്നു. അബ്രഹാമും അവനോട് കൂടെ കടന്നു വന്ന ഒരു 10-15 പേരേ ഉള്ളൂ ആദ്യം കനാൻ ദേശത്ത് വരുന്നത്. ഏകദേശം ഒരു 150 വർഷം കൊണ്ട് യാക്കോബും അവൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള സമയമായപ്പോഴത്തേക്ക് 75 പേരെ മാത്രമാണ് അവരുടെ തലമുറയിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നത്. അബ്രഹാമിൻ്റെ മക്കളുടെ അടുത്തൊരു തലമുറ ഈജിപ്തിലേക്ക് വന്നത് 75 പേരായിരുന്നു. ഏകദേശം ആ കാലം എന്താ പറയുന്നത്, വെങ്കല യുഗം എന്ന് പറയും. ആ ബ്രോൺസ് ഏജിന്റെ സമയത്ത് ഈജിപ്തിൽ ആകെ ഉണ്ടായിരുന്നത് 30 ലക്ഷം ജനമായിരുന്നു. അക്കാലത്ത് 30 ലക്ഷം പേർ. അതിൽ 25 ലക്ഷം 25 ലക്ഷം വരെയുള്ള ജനങ്ങളും ഇസ്രായേൽക്കാരായി മാറി. ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെടുമ്പോൾ ആ നാട്ടിൽ 5 ലക്ഷമോ 10 ലക്ഷത്തിലോ താഴെ ഇടയ്ക്കുള്ള ജനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യം? ദൈവം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ വർദ്ധിപ്പിച്ചു. 105-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. പുറപ്പാട് 1:12. ദൈവം അവരെ വർദ്ധിപ്പിച്ചു. അവരുടെ പുരുഷന്മാർ 6 ലക്ഷത്തിൽ പരമായെന്ന് പുറപ്പാട് 12:37 എഴുതിയിരിക്കുന്നു. 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരായി മാറി. 75 പേര് ചെന്ന് കയറിയെടുത്ത് 230 വർഷത്തിനിടയിൽ 6 ലക്ഷം പുരുഷന്മാർ ഉൾപ്പെടെ 20 ലക്ഷത്തിലധികം ജനങ്ങളായി മാറി. ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്, ദൈവം കുറയ്ക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതീക്ഷയും ഒരു സാധ്യതയില്ലാത്തവർക്ക് ദൈവം പറഞ്ഞതാണ്, നിനക്ക് ഞാൻ തലമുറയെ തരുമെന്ന്. ഒരാളും ഇല്ലാത്തപ്പോൾ, പക്ഷെ വർദ്ധിപ്പിച്ചപ്പോൾ ഭയങ്കര വർധനവായിരുന്നു. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശൂന്യതകളെ, ഇന്നത്തെ നിങ്ങളുടെ പരിമിതികളെയൊക്കെ ദൈവം എടുത്ത് മാറ്റും. ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് ശൂന്യതകളും ഹീനതകളും പരിമിതികളും ഉണ്ട്. പക്ഷേ ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നവനാണ്. എൻ്റെ അനുഭവ സാക്ഷിയൊക്കെ യൂട്യൂബിൽ പല ചാനലുകളിൽ കിടപ്പുണ്ട്. എൻ്റെ പേര് പാസ്റ്റർ ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ, ടെസ്റ്റിമണി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്. ദൈവം കുറയ്ക്കില്ല, നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ നിങ്ങളുടെ ശൂന്യത നോക്കണ്ട, ദൈവത്തെ വിശ്വസിച്ചോ. ദൈവ സമയമാകുമ്പോൾ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ അവൻ വർദ്ധിപ്പിക്കും. അവർ നിന്നിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയാകുന്നു. ദൈവസ്ഥിതി മാറ്റുമ്പോഴേ വർദ്ധിപ്പിക്കാത്തവനെ വർദ്ധിപ്പിക്കുമ്പോൾ വലിയ സന്തോഷവും ആനന്ദവും വരും. ഈ മാസം, ഈ ഒക്ടോബർ മാസം കുടുംബങ്ങളിൽ ദൈവം വർദ്ധനവ് തരാൻ പോവുക, വലിയ സന്തോഷം തരാൻ പോവുക. ഒന്ന് വിശ്വസിച്ചോ. ഇന്ന് ഒരു പക്ഷെ അതൊന്നും കാണുന്നില്ലായിരിക്കും. സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിരാശപ്പെടരുത്, ദൈവം വലിയവനാണ്. 105-ാം സങ്കീർത്തനം 24-ാം വാക്യം, ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. വർദ്ധിപ്പിക്കും കേട്ടോ. ആമേൻ. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാവേ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെയധികം വേദനപ്പെടുന്ന പിതാവേ, അല്ല നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ അല്ല ചില രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിലപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകാം. പരിശുദ്ധാത്മാ പറയുന്നു, സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും, വിശാലത കൽപ്പിക്കും, അവൻ വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. യോസേഫ് പറയുകയാണ്, അവന് മിസ്രയീം ദേശത്ത് ദൈവം അവന് വർദ്ധനവ് നൽകി. അവൻ 2-ാമത്തെ മകൻ എന്താ പറയുക, എഫ്രൈം ജനിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുണ്ട്, സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് എഫ്രൈം എന്ന് പേരിട്ടു.
സങ്കടദേശത്ത് ദൈവം നിങ്ങൾ നിന്ദിക്കപ്പെട്ട, നിങ്ങൾ പരിഹസിക്കപ്പെട്ട, നിങ്ങൾ സങ്കടം അനുഭവിച്ച, നിങ്ങൾ അപമാനിക്കപ്പെട്ട ദേശത്ത് ദൈവം നിങ്ങൾക്കൊരു വർധനവ് വെച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ വർധനവ് എല്ലാവരും കാണും. നിങ്ങളുടെ വർധനവ് എല്ലാവരും ദൈവം കാണിക്കും. അത് ഏത് മേഖലയാണെങ്കിലും. ഞാൻ പറയാം, ചില ദൈവദാസന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ അപമാനിക്കപ്പെട്ട ദേശത്ത്, നിങ്ങളുടെ വേല, നിങ്ങളുടെ ശുശ്രൂഷ ഒരു പരാജയമാണെന്ന് പറഞ്ഞ ഇടത്ത് ദൈവം വർധന തരാൻ പോവുകയാണ്. ഈ മാസം അതിനുവേണ്ടി ദൈവം ചില തുടക്കങ്ങൾ തരും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്നതിന് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ വർദ്ധിപ്പിക്കുന്ന ദൈവമാകയാൽ കുറയ്ക്കില്ല, നീ വർദ്ധിപ്പിക്കും. ഈ മാസം വർധന ഉണ്ടാകട്ടെ. ഏതൊക്കെ മേഖലയിലാണ് ഹീനത വന്നത്, എവിടേക്കാണ് ശൂന്യത വന്നത്, അവിടെ എല്ലാം ഒരു ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവ് വർദ്ധിപ്പിച്ച് ഒരു വലിയ സന്തോഷം പങ്കിടുവാനിടയാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മക്കളുടെ കുടുംബത്തിൽ, അവരുടെ തലമുറയിൽ, അവരുടെ നന്മകളിൽ, അവരുടെ സാമ്പത്തികങ്ങളിൽ, അവിടുത്തെ വരുമാന മാർഗങ്ങളിൽ. കർത്താവെ, അവർ ഇടപെടുന്ന ഓരോ വിഷയത്തിലും ദൈവികമായ വർധന ഉണ്ടാകട്ടെ. അവരുടെ സഭയിൽ വലിയ വർധനവ് ഉണ്ടാകട്ടെ. സന്തോഷം വർദ്ധിക്കട്ടെ, ആനന്ദം വർദ്ധിക്കട്ടെ, സ്വസ്ഥത വർദ്ധിക്കട്ടെ, ആത്മാക്കൾ വർദ്ധിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ ദൂത് നിങ്ങൾ കുറെ പേർക്ക് പങ്കുവെക്കണം. ഈ മാസം അവരും അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പ്രോസ്പറസ് ഡേ.